ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി? നിങ്ങൾ എല്ലാവരും അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ദിവസമായിട്ട് വോട്ടെണ്ണൽ കഴിഞ്ഞ് 10ാം ദിവസമാണ് ഇന്ന്. ഇന്നും പ്രഖ്യാപനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ജനം ഇതുവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് ആരെയാണ്? എന്തിനാണ് ഈ വോട്ട് കൊടുത്തത് എന്നുള്ളത് ചോദിച്ചുകൊണ്ട് മൂക്കത്ത് വിരൽ വെക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പാണക്കാട് വീട്ടിൽ പ്രധാനപ്പെട്ട യോഗം ചേരുകയാണ്. മുഖ്യമന്ത്രി ആരാകണം അനുനയ ചർച്ചകൾ നടത്തുകയാണ്. പാണക്കാട് വീട്ടില് ഒരു യോഗം കൂടിക്കൊണ്ട് എന്തിന് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കണം എന്നുള്ളതിന് ഈ പറയുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഉത്തരം നൽകേണ്ടതാണ്. കാരണം ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് പൊതുവായിട്ട് ഒരു പാർട്ടിയാണ്, UDF എന്ന് പറയുന്ന സംഘടനാ ഏകോപന സംവിധാനത്തോടാണ്. ആ സംവിധാനത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു ഘടകകക്ഷിയുടെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക്, പ്രധാനപ്പെട്ട ഒരു വീട്ടിലേക്ക് ആ ഘടകകക്ഷിയെ നയിക്കുന്നത്, അതായത് ലീഗിനെ നയിക്കുന്ന പാണക്കാട് കുടുംബത്തിന്റെ വീട്ടിലേക്ക് ഒരു അനുനയ ചർച്ചയുമായി പോകുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനാ സംവിധാനം ഇത്രത്തോളം അധപതിച്ചിട്ടുണ്ടോ? UDF എന്ന് പറയുന്ന സംവിധാനത്തോട്, അതായത് കോൺഗ്രസും ഘടകകക്ഷികളും ഉൾപ്പെടുന്ന ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ആ സംഘടനാ സംവിധാനത്തോട് ജനങ്ങൾക്കുണ്ടാകുന്ന വിശ്വാസം പോലും ഇല്ലാതെയാകുന്ന അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. കോൺഗ്രസിന് കൃത്യമായിട്ട് അറിയാമല്ലോ, ഇത്തവണ ഏതു രീതിക്കാണെങ്കിലും എങ്ങനെയൊക്കെ പോയാലും ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി പണിയെടുത്താൽ കൃത്യമായിട്ട് ഒരു വോട്ട് നേടി ഇത്രയും തന്നെ ഭൂരിപക്ഷം നേടി ജയിക്കാൻ കഴിയുമെന്നുള്ളത് കോൺഗ്രസിന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അത് അങ്ങ് ഡൽഹിയിൽ ഇരിക്കുന്ന ഹൈക്കമാൻഡിനും അറിയാം. അവിടെ ഇരിക്കുന്ന ഇപ്പോ മുഖ്യമന്ത്രി കസേര വേണമെന്ന് പറയുന്ന KC വേണുഗോപാലിനും അറിയാം. ഇതിലൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം അത് കടന്നുപോയിരിക്കുന്നു. ജയിക്കുമോ ഇല്ലയോ എന്നത് അറിയാഞ്ഞിട്ടല്ല, 10 വർഷം നീണ്ട ഭരണം, ആ ഭരണത്തിലെ കെടുതികൾ, വലിയ വലിയ ആരോപണങ്ങൾ ഇതെല്ലാം ഉണ്ടായിരിക്കെ ഞങ്ങൾ ഇനി നേരിടാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മിന്നുന്ന വിജയം തന്നെ തങ്കത്തളികയിൽ വെച്ചുകൊണ്ടാണ് കേരളം തരാൻ പോകുന്നത് എന്നുള്ളത് കണക്ക് കൂട്ടാനുള്ള ശേഷി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി സംവിധാനം തന്നെ വെറുതെയാണ് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. 10 ദിവസമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ കാണാൻ ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച പാർട്ടി ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രിയെ തരുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിയിടേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോ പാണക്കാട് ഉൾപ്പെടെയുള്ള സകല സമുദായ സംഘടനകളെയും, ലീഗാണ്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, SDPIയുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ സകല മുസ്ലിം സമുദായ സംഘടനകളുടെയും വോട്ട് വാങ്ങിയിട്ടാണ് സതീശൻ ഈ പറയുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയത്. സതീശന് ഒരു വാക്ക് പറയാമായിരുന്നു. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അദ്ദേഹത്തിന് ഒരു വാക്ക് പറയാമായിരുന്നു. കാരണം ഞങ്ങൾക്ക് സമുദായ സംഘടനകളുടേതായിട്ടുള്ള വോട്ടുകളൊന്നും വേണ്ട, പൊതുവായിട്ട് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ, ഞങ്ങൾ നിങ്ങൾക്ക് നല്ല ഭരണം കാഴ്ചവെക്കാം, ആ ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിലും ഇതേ ഭൂമി, അതായത് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഈ സംവിധാനത്തിന് കിട്ടുമായിരുന്നു. അത് പറയാൻ പക്ഷേ സതീശന് ചങ്കുറപ്പില്ലാതെ പോയി. കാരണം ഇപ്പുറത്ത് ഹിന്ദു ഏകീകരണം നടക്കുന്നു എന്നുള്ള ഒരു നറേറ്റീവ് വളരെ വ്യാപകമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു ഏകീകരണം നടന്നിട്ടുണ്ടോ എന്നുള്ളത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഹിന്ദു ഏകീകരണം ഒരു പരിധി വരെ നടന്നിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാനായിട്ട് BJP പോലുള്ള സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ഹിന്ദു ഏകീകരണം എന്ന് പറയുമ്പോഴും ഹിന്ദുക്കളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പാർട്ടി നേതാക്കളെല്ലാം മനസ്സിലാക്കേണ്ടത്, ഹിന്ദുക്കൾ ഏതെങ്കിലും ഒരു സമുദായ ആചാര്യനോ അവരുടേതായുള്ള ഏതെങ്കിലും തട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മുതിർന്ന ആചാര്യനോ മറ്റോ പറയുന്നത് കേട്ട് വോട്ട് ചെയ്യുന്നവരല്ല. ആ സംവിധാനമുള്ളത് ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും മുസ്ലിം വിഭാഗത്തിലുമാണ്. ഹിന്ദുക്കൾ ഒരിക്കൽ പോലും ഒരു സംഘടന അവരുടെ ഒരു തരത്തിലുമുള്ള ചിന്താരീതികളെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും, അതായത് ഒരു ആചാര്യന്മാരും പാലിക്കുന്നില്ല. അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവർ അമ്പലത്തിൽ പോകുന്നു, അവർ തിരിച്ചു വരുന്നു എന്നുള്ളതല്ലാതെ
അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അവർ പ്രതികരിക്കും എന്നുള്ളതല്ലാതെ ഒരു സമുദായത്തിന് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമുദായ ആചാര്യന്മാരോ അല്ലെങ്കിൽ സന്യാസിമാരോ പറയുന്നത് കേട്ടിട്ട് വോട്ട് ചെയ്യില്ല. അങ്ങനെ വോട്ട് ചെയ്യാനായിരുന്നുവെങ്കിൽ, അങ്ങനെ സന്യാസിമാരും അവരുടെ സംഘടനാ പ്രതിനിധികളും ഒക്കെ പറയുന്നത് കേൾക്കാനായിരുന്നുവെങ്കിൽ പണ്ടേ ഹിന്ദു ചിന്തിക്കുന്നത് BJP എന്നുള്ളതിലായിരിക്കും. പക്ഷേ എല്ലാവരും പറഞ്ഞ് തലയിൽ എടുത്തു വെച്ച് കൊടുത്തിട്ടുള്ള പ്രബുദ്ധത എന്ന് പറയുന്ന വലിയൊരു ഭാരം മലയാളികളുടെ തലയ്ക്ക് മുകളിൽ വലിയൊരു ഭാരമായിട്ട് തന്നെ അത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതും പ്ലസ് ഹിന്ദു ഏകീകരണം എന്ന് പറയുന്നതും കൂടെ ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദു ഏകീകരണം നടന്നിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ ഹിന്ദുക്കളെയും ബാധിച്ചിട്ടില്ല. പക്ഷേ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നും ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും ക്രൈസ്തവരുടെ വീടുകൾ കയറി ഇറങ്ങിയതൊക്കെ കണ്ടതാണ്. അതായത് അരമനകൾ കയറി ഇറങ്ങിയതൊക്കെ കണ്ടതാണ്. എന്നിട്ട് വല്ല ഗുണം ചെയ്തോ? ഇല്ല. അവസാനം ഈ ക്രൈസ്തവർ വോട്ട് ചെയ്തത് പോലും കോൺഗ്രസിനാണ്. ഇസ്ലാമിക സമുദായ സംഘടനകൾ എല്ലാം തന്നെ വോട്ട് ചെയ്തിട്ടുള്ളത് അവരുടേതായിട്ടുള്ള രീതിയിലേക്കാണ്. ഒരു കാലത്ത് SDPI ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളുടെയും പിന്തുണ എന്ന് പറയുന്നത് CPM-നായിരുന്നു. ഈ CPM-ൽ നിന്ന് CPM എപ്പോഴോ ഏതോ ഒരു ഘട്ടത്തിൽ ഇവർക്ക് മനസ്സിലാകുന്നു CPM-ന്റെ പോക്ക് ഒരു ഹിന്ദു ചായ്വിലേക്കാണെന്ന് മനസ്സിലാകുമ്പോഴാണ് അവിടെ നിന്ന് ഒരു അകൽച്ച വരുന്നത്. കാരണം ഒരു പരിധിയിൽ അപ്പുറം ഏതൊരു സംഘടന, ഏതൊരു സമുദായ ജാതി മത സമുദായ സംഘടനകളിലേക്കും ഒരു ചായ്വ് വന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു സർക്കാരിനും ഏതൊരു പാർട്ടിക്കും എന്ത് സംഭവിക്കുമോ, പൊതുവായി നിൽക്കുന്ന, അതായത് മതം പറഞ്ഞുകൊണ്ട് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള പാർട്ടി സമുദായ സംഘടനകളുടെ കാര്യമല്ല, അതല്ലാതെ CPM കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനകളുടെയൊക്കെ കാര്യം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർ ഒരു ചായ്വിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജനം തിരിച്ച് വിധി എഴുതും എന്നുള്ളത് ഉറപ്പാണ്. അത് പല തവണ പല കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ജാതി മത സമവാക്യങ്ങളെല്ലാം എങ്ങനെ മാറപ്പെടുന്നു എന്നുള്ളത് കേരള ജനതയ്ക്ക് ബോധ്യവും ഉള്ളതാണ്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു VD സതീശൻ പ്രതിപക്ഷ നേതാവായി കൊണ്ട് ഈ ഒരു സംവിധാനത്തെ തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കുമ്പോൾ സ്വീകരിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ VD സതീശനും ഒരു മേൽക്കൈ ഉണ്ടാകുമായിരുന്നു. ഇന്ന് സതീശനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ലീഗ് പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ജമാഅത്തെ ഇസ്ലാമി പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, SDPIക്ക് ഒരു അനുഭാവമുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അങ്ങനെ ഓരോ സംഘടനകളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ്. അവിടെ KC-ക്ക് മുൻതൂക്കം വരുന്നത് KC ഇതിലേക്ക് ഇറങ്ങി കളിച്ചില്ല, പക്ഷേ KC കളിക്കുകയും ചെയ്തിട്ടുണ്ട്. KC ഇറങ്ങി കളിച്ചില്ല, പക്ഷെ പിന്നിലിരുന്നു കൊണ്ട് കളിച്ചിട്ടുണ്ട് എന്ന് ഉള്ളതും കൃത്യമാണ്. ഫണ്ട് ഇറക്കിയത് KC ആണെന്നുള്ള ഒരു വിഭാഗം പറയുന്നുണ്ട്. ശരിയാണ്, ഒരു സംഘടനാ സംവിധാനത്തെ തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കുമ്പോൾ ഫണ്ട് ഇറക്കേണ്ടത് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു കാര്യമാണ്. അതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ സതീശന് ഉണ്ടായിരുന്ന മുൻതൂക്കം അത് നഷ്ടപ്പെടാൻ സതീശൻ തന്നെയാണ് വഴിയൊരുക്കി വെച്ചത്. എന്തായാലും കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. KC ആയിരിക്കുമോ അതോ VD സതീശൻ ആയിരിക്കുമോ? ഈ രണ്ട് പേരുകൾ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. ഈ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഏത് പേര് പ്രഖ്യാപിച്ചാലും തുടർന്ന് കേരളം കാത്തിരിക്കേണ്ടി വരുന്നത് മന്ത്രിസഭയ്ക്കകത്തുള്ള അടി കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഉണ്ടാകും, അവിടെ ചേരിതിരിവുണ്ടാകും. ഈ പറയുന്ന ടീം UDF എന്ന് പറയുന്ന സംവിധാനം ഇവിടെ പൂർണ്ണമായും തകർന്നടിയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ KC ആണ് എന്നുണ്ടെങ്കിൽ കാത്തിരിക്കുന്ന കുറെ വെല്ലുവിളികളുണ്ട്. അതിനെ ഇനി UDF-ന് ഓവർകം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല മന്ത്രിസഭയ്ക്ക് വരുന്ന ചേരിതിരിഞ്ഞുള്ള അടി കൂടി ഇനി കേരളം ഇവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിന്റെ ഒരു ഫലമായിട്ട് തിരിച്ചു നൽകുകയാണോ എന്നുള്ളതും ഒരു ചോദ്യമായി ബാക്കി നിൽക്കുന്നുണ്ട്.